നമസ്കാരം വിനോദ് സർ. കണ്ണൂർ മണോളിക്കാവ് ഉത്സവത്തിനിടെ രാഷ്ട്രീയ സംഘർഷം ഒഴിവാക്കിയ തലശ്ശേരി പോലീസ് സ്റ്റേഷനിലെ എസ്ഐമാരെ സസ്പെൻഡ് ചെയ്തുള്ള സർക്കാർ പാർട്ടിക്കാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. സഹപ്രവർത്തകർ എന്തായാലും അതിന്റെ ഒരു അമർഷം തീർത്തത് ഇവർക്കൊരു ഫെയർവെൽ പാർട്ടിയൊക്കെ കൊടുത്തൊരു മെമന്റോ ഒക്കെ കൊടുത്തായിരുന്നു. അതിൽ എഴുതിയിരുന്ന വാചകങ്ങളും ശ്രദ്ധേയമായിരുന്നു. എങ്ങനെ നോക്കിക്കാണും? നമ്മുടെ ശരിയായി സത്യസന്ധതയോടെ ആത്മാർത്ഥതയോടെ അവരുടെ ജോലി ചെയ്യുന്ന, എല്ലാ ബുദ്ധിമുട്ടുകളും സഹിച്ച് റിസ്ക്കും എടുത്ത് ജോലി ചെയ്യുന്ന കേരള പോലീസിന്റെ ഒരു ഗതികേടിന്റെ പ്രതിഫലനമാണ് നമ്മൾ ഇപ്പോൾ കണ്ട ഈ ഒരു വിടവാങ്ങൽ ചടങ്ങ്. അല്ലെ, അവിടുത്തെ അവർക്ക് കൊടുത്ത ഒരു ഫലകം. അതിനകത്ത് എഴുതിയിരുന്നത്, ചെറുത്തു നിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്ത് നൽകിയവർക്ക് സ്നേഹാദരങ്ങൾ. ഇത് ആ സ്റ്റേഷനിലെ 2 SIമാർക്ക്, ഒരു ട്രാൻസ്ഫർ നൽകിയ SIമാർക്ക് അവിടുത്തെ ബാക്കിയുള്ള SIമാരും പോലീസുകാരും കൂടെ ചേർന്ന് നൽകിയതാണ്. ആ വാചകങ്ങൾ കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്തോ ചെറുത്തുനിൽപ്പിന്റെ ഒരു പോരാട്ടം, കരുത്ത് നൽകിയവർക്ക് സ്നേഹാദരങ്ങൾ എന്ന് പറയുമ്പോൾ എന്തോ ഒരു വലിയ പ്രതിസന്ധി അവർ കൈകാര്യം ചെയ്തു, എന്നിട്ടും ഒരു ബുദ്ധിമുട്ടുണ്ടായി എന്നുള്ള അവരുടെ ആ നിരാശയാണ് അതിനകത്ത് പ്രതിഫലിച്ചത്. മാത്രമല്ല, അത് ഒരു സൈലന്റ് ആയിട്ടുള്ള പ്രതിഷേധം, അല്ലെങ്കിൽ നിശബ്ദമായ, പോലീസിന് അത് മാത്രമേ ചെയ്യാനാവൂ, നിശബ്ദമായ പ്രതിഷേധം കൂടിയായിരുന്നു. ഇത് നടന്നത് മാർച്ച് 20 തലശ്ശേരി പോലീസ് സ്റ്റേഷനിലാണ്. എന്താണ് ഇതിന്റെ ശരിയായ ഒരു കാരണം, ഇതിന്റെ പുറകിലോട്ടുള്ള നാഴ്വളികൾ എന്താണെന്നും കൂടി പരിശോധിക്കുന്നത് നന്നായിരിക്കും. ഇതിന് തലേ ദിവസം ഇവരുടെ ഈ പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷ നേതാവായ സതീശൻ നിയമസഭയിൽ ഇത് ഉന്നയിച്ചു. അടിയന്തര പ്രമേയം ഉന്നയിക്കുകയും സ്പീക്കർ അത് അനുവദിക്കാതിരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത്, ഇത് ഒരു അടിയന്തര പ്രമേയത്തിന് യോഗ്യമായ വിഷയമല്ല, ഇതിനൊരു പൊതു പ്രാധാന്യവുമില്ല, അതുകൊണ്ട് ഇത് നിരസിക്കുന്നു. ഇത് കേട്ട് നമ്മുടെ പ്രതിപക്ഷം ഒന്നടങ്കം വാക്കൗട്ട് നടത്തുകയും ചെയ്തു. ഇനി എന്താണ് ഇതിന്റെ ഒരു കാരണം, ഇതിന്റെ ഒരു തുടക്കം എങ്ങനെയാണ്? ഇത് തുടക്കം ഏകദേശം 1 മാസം മുൻപാണ്. 2025 ഫെബ്രുവരി 20 തലശ്ശേരി മനോളിക്കാവ് ക്ഷേത്രത്തിൽ നടന്ന ഒരു തെയ്യ ഉത്സവം. ഈ തെയ്യ ഉത്സവം ഒരു രാഷ്ട്രീയ സംഘർഷത്തിൽ കലാശിച്ചു. അവിടെ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിലൊക്കെ BJPയും ശക്തമാണ്, മാർക്സിസ്റ്റ് പാർട്ടിയും ശക്തമാണ്. ഈ ക്ഷേത്രങ്ങൾ പൊതുവെ ഇവരെല്ലാം കൂടാറുണ്ട്. പക്ഷേ ഇപ്രാവശ്യം ഒരു രാഷ്ട്രീയ മുദ്രാവാക്യങ്ങൾ, സാധാരണഗതിയിൽ അമ്പലത്തിനുള്ളിൽ രാഷ്ട്രീയം കൊണ്ടുവരാറില്ല, അവർ ഒരുമിച്ച് പങ്കെടുക്കുകയൊക്കെ ചെയ്യാറുണ്ട്. ചില സംഘർഷങ്ങളും പ്രശ്നങ്ങളും ചൊറിയലും ഒക്കെ ഉണ്ടാവുമെങ്കിലും ഇപ്രാവശ്യം പക്ഷേ ഒരു പരസ്പരം മുദ്രാവാക്യങ്ങൾ വിളിച്ചു എന്നാണ് അറിഞ്ഞത്. അതിനിടയിൽ ഇൻക്വിലാബ് സിന്ദാബാദ് വിളിച്ചതോടുകൂടി പ്രശ്നം രൂക്ഷമായി. രണ്ടുപേരും തമ്മിൽ ഒരു അടിയുടെ വക്ക് വരെ എത്തി, ഉന്തും തള്ളുമായി വാഗ്വാദം നടന്നു. അപ്പോ അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർ അതിന് ഒരു തടയിടാൻ നോക്കി. അവിടെ ഒരു അദ്ദേഹത്തിന്റെ പേര് ഞാനിപ്പോ വിട്ടു, അഖിൽ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അഖിൽ TK എന്ന് പറയുന്ന ഒരു SI ആണ് അവിടെ ഉണ്ടായിരുന്നത്. അവിടെ ഉണ്ടായിരുന്ന ലിമിറ്റഡ് പോലീസുകാരുമായിട്ട് വച്ചിട്ട് അദ്ദേഹം രണ്ടുപേരെയും പുറകോട്ട് പിടിച്ചു മാറ്റുകയും ഒക്കെ ശ്രമിച്ചു. പക്ഷേ ആ സമയത്ത് അവിടെ CPM പ്രവർത്തകർ അവരെ വല്ലാതെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ ഒരു പ്രസ്താവന നടത്തി, മുദ്രാവാക്യം വിളിച്ചു. കേരളം ഭരിക്കുന്നത് ഞങ്ങളാണ്, കാവിൽ കയറി കളിക്കണ്ട, കാവിൽ കയറി കളിച്ചാൽ സ്റ്റേഷനിൽ ഒരൊറ്റ പോലീസുകാരനും കാണില്ല. ഇതായിരുന്നു അവർ വിളിച്ച മുദ്രാവാക്യവും അവർ വിളിച്ച ഗോഗോ വിളി. ഇത് പോലീസിനെ വളരെയധികം പ്രകോപിപ്പിച്ചുവെങ്കിലും ഒരു അമ്പലത്തിൽ ഉത്സവം നടക്കുന്ന സമയമായതുകൊണ്ട് ഉന്തും തള്ളും ഒക്കെ അവർക്ക് അദ്ദേഹത്തിന് പരിക്കൊക്കെ പറ്റി. എങ്കിലും തൽക്കാലം ആ പ്രശ്നം അവസാനിച്ചു, ആ തെയ്യം മുന്നോട്ട് പോയി. അടുത്ത ദിവസത്തെ ഉത്സവത്തിന് പകൽ സമയത്ത് ദീപ്തി VV എന്ന് പറയുന്ന അവിടുത്തെ തന്നെ, ആ സ്റ്റേഷനിലെ തന്നെ ഒരു വനിതാ SI ഈ ഉത്സവത്തിന്റെ കാര്യങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടും കാര്യങ്ങൾ നിൽക്കുകയായിരുന്നു. അപ്പൊ തലേ ദിവസം പ്രശ്നമുണ്ടാക്കിയവർ വീണ്ടും അവിടെ വരികയും അവരെ കാര്യങ്ങൾ കുഴപ്പങ്ങൾ ഉണ്ടാക്കുന്നെന്ന് കണ്ടപ്പം ഈ വനിതാ SI, ഇവരെ പറ്റി പ്രത്യേകം പരാമർശിക്കേണ്ട ഒരു കാര്യമാണ്, ഇവരുടെ നേതൃത്വത്തിലാണ് കഴിഞ്ഞ പ്രാവശ്യം ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായി തിരഞ്ഞെടുത്തത്, കേരളത്തിലെ ഏറ്റവും നല്ല പോലീസ് സ്റ്റേഷനായി, ഭംഗിയായി പ്രവർത്തിക്കുന്ന സ്റ്റേഷനായി തിരഞ്ഞെടുത്തത് തലശ്ശേരിയിലെ ഈ പോലീസ് സ്റ്റേഷനെയാണ്, തലശ്ശേരി പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ ഇവർ അതിനകത്ത് സുദൃഢമായ ഒരു പങ്ക് വഹിച്ചിട്ടുള്ള ഒരു SI ആണ്. വനിതാ SI ആണെങ്കിലും അവര് ഈ പറയുന്ന ആളിനെ, അതിലെ ഏറ്റവും പ്രശ്നക്കാരനെ പിടികൂടി അവൻ ഒരു CPM പ്രവർത്തകനായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്.
അപ്പൊ എന്ത് പറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെയും വീണ്ടും ഈ എസ് ഐ ദീപ്തിയെ 60ഓളം CPM പ്രവർത്തകർ ചേർന്ന് തടയുകയും വലിയ പ്രശ്നം ഉണ്ടാക്കുകയും ഉന്തും തള്ളും ഉണ്ടായും ഇവർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തു. അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി. വലിയ മോശമായ ഭാഷ ഉപയോഗിച്ചെന്നാ പറയുന്നത്. ഉന്തും തള്ളും നടന്നു. വീണ്ടും ഭീഷണി ഉണ്ടാകുകയും ചെയ്തു. ഇതും കൂടെ കഴിഞ്ഞപ്പോൾ പോലീസ് വളരെ സീരിയസ് ആയിട്ട് ഇതിനെ കണ്ടു. മാത്രമല്ല അവരെ ഈ അറസ്റ്റ് ചെയ്ത ആളിനെ മോചിപ്പിച്ചു കൊണ്ടുപോയി എന്നാണ് പറയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ഇത് പോലീസ് വളരെ സീരിയസ് ആയിട്ട് കാണുകയും തലേ ദിവസം ഭംഗിയായിട്ട് ഇത് അലങ്കോലപ്പെടാതെ നോക്കിയ പോലീസ് ഇപ്രാവശ്യം വളരെ സീരിയസ് ആയിട്ടുള്ള ചാർജ്, തലേ ദിവസം വളരെ ചെറിയ ചാർജുകൾ മാത്രമാണ് ചെയ്തിരുന്നത്. 87 CPM പ്രവർത്തകർക്കെതിരെ IPCയിലെ ഗൗരവമായ വകുപ്പുകൾ പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തു. എന്ത് പറ്റിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പ്രശ്നം ഗുരുതരമായി മുന്നോട്ട് പോകുമെന്ന് കണ്ടപ്പോൾ അപ്പം മാത്രമല്ല അപ്പൊ തന്നെ അവർ പറഞ്ഞിരുന്നു നിങ്ങൾ ഇനി ആ സ്റ്റേഷനിൽ ഉണ്ടാകില്ല എന്ന് പറഞ്ഞിട്ടാണ് പോയത്. അൺഫോർച്ചുനേറ്റ്ലി 2025 മാർച്ച് 12-ാം തീയതി ആയപ്പോഴേക്ക് ഈ അഖിൽ TK എന്ന് പറയുന്ന SIയെ അവിടെ നിന്ന് കൊടുവള്ളൂർ വിട്ടും ദീപ്തി VV എന്ന് പറയുന്ന വനിതാ SIയെ കണ്ണൂർ ടൗൺ പോലീസ് സ്റ്റേഷനിലേക്കും സ്ഥലം മാറ്റി. ഇത് വളരെ ഒരു ബുദ്ധിമുട്ട് പോലീസുകാർക്കിടയിൽ ഉണ്ടാക്കി, വലിയ നിരാശയുണ്ടാക്കി. അവർ ഇത്രയും സിൻസിയറായിട്ട് ചെയ്തതിന് അവസാനം പാർട്ടിക്കാർ പറഞ്ഞിടത്ത് നിന്നു. ആ പോലീസുകാർക്ക് കിട്ടിയ അടിയും അല്ലെങ്കിൽ പ്രശ്നങ്ങളും ചവിട്ടും ഒക്കെ വെറുതെ ആകുകയും ചെയ്തു. എന്നിട്ട് അവർ പറഞ്ഞത് ഇതൊരു സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് ട്രാൻസ്ഫർ, ഇതൊരു പനിഷ്മെന്റ് ഒന്നും അല്ല, സാധാരണ അഡ്മിനിസ്ട്രേറ്റീവ് സ്ഥലം മാറ്റമാണെന്ന് പറഞ്ഞെങ്കിലും അത് ആരും വിശ്വസിക്കുന്നില്ല. അവരും വിശ്വസിക്കുന്നില്ല, പൊതുജനങ്ങളും വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഇരുന്ന സമയത്താണ് ഇതിനകത്ത് അവർക്ക് ഒരു പ്രയോജനവും ഉണ്ടാകാതിരുന്നു. അതിനുശേഷം 19-ാം തീയതി നിയമസഭയിലും പൂർണ്ണമായും അതിനെ നിരാകരിക്കപ്പെട്ടു. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് 20-ാം തീയതി അവിടെ എന്തായാലും അവർ പോകേണ്ടി വരുമല്ലോ. ആ പോകുന്ന സമയത്ത് കൊടുത്ത നേരത്തെ പറഞ്ഞ ഈ സ്ഥലം മാറ്റത്തിന് പോലീസുകാരെല്ലാം കൂടെ ഒത്തുകൂടി ഇങ്ങനെ ഒരു ഫലകം ഓരോരുത്തർക്ക് സമ്മാനിച്ചത്. അത് അവരുടെ ഒരു ശക്തമായ, അതേസമയം സൈലന്റ് ആയിട്ടുള്ള നിശബ്ദമായ പ്രതിഷേധമായിട്ട് കാണണം. അങ്ങനെയാണ് ഇതൊരു മാധ്യമ ശ്രദ്ധ, ഇതിലേക്ക് ആദ്യമായിട്ട് സീരിയസ് ആയിട്ടൊരു മാധ്യമ ശ്രദ്ധ, ഇങ്ങനെ ഒരു പ്രശ്നം നടന്നുവെന്നും ഇങ്ങനെ അവരെ ഒതുക്കപ്പെട്ടുവെന്നും ഒരു പോലീസുകാർക്ക്, അത് സാധാരണ പോലീസുകാർക്ക് അത് പറയാൻ പ്രയാസമാണ്. സാധാരണ അതിൽ IPSകാർക്കൊക്കെ വന്നിട്ട് ഫേസ്ബുക്കിൽ എഴുതുകയും അവരുടെ പ്രതിഷേധം രേഖപ്പെടുത്തുകയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ സാധാരണ ഒരു SIക്കും സാധാരണ പോലീസുകാർക്കും ഇങ്ങനെ രാഷ്ട്രീയപരമായിട്ട് അവരെ ഒതുക്കി ഷെഡിൽ കയറ്റി കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണ് മാധ്യമ ശ്രദ്ധ വന്നതും മാധ്യമങ്ങൾ അത് ഏറ്റെടുത്തു. ഇതിനകത്തൊരു വളരെ പ്രസക്തമായ മറ്റൊരു കാര്യം കൂടിയുണ്ട്. ഇതേക്കുറിച്ച് ഇത് ആദ്യമായിട്ടൊന്നുമല്ല സർക്കാരിന് താല്പര്യമില്ലാത്തവരെ ഇങ്ങനെ പോലീസുകാരെ ഇങ്ങനെ മാറ്റിക്കളയുന്നു. ഇതിനെ പേരിൽ ഒരു വലിയ കേസ് 2006 സുപ്രീം കോടതി വന്നിട്ടുണ്ട്, പ്രകാശ് സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ആ കേസിൽ കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, കുറഞ്ഞത് ഒരു SI മുതൽ മേളിലോട്ടുള്ള റാങ്കിലുള്ളവരെ ഒരു സ്റ്റേഷനിൽ നിയമിച്ചാൽ കുറഞ്ഞത് 2 വർഷമെങ്കിലും അവിടെ നിയമനം നൽകണം. അതിനിടയ്ക്ക് അവരെ മാറ്റാൻ പാടില്ല. അതിനെന്ത് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിന് താല്പര്യമില്ല ഒരു കേസിൽ ഇങ്ങനെ SI വേണ്ട പറഞ്ഞതുപോലെ കേൾക്കരുത്, അയാളെ മാറ്റിയാൽ മതി, വളരെ എളുപ്പത്തിൽ നടക്കും. അപ്പൊ സുപ്രീം കോടതി വ്യക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒരു സ്പെസിഫിക് ഒരു അൺയൂഷ്വൽ സിറ്റുവേഷൻ അല്ലെങ്കിൽ കുറഞ്ഞത് 2 വർഷത്തെ പോസ്റ്റിംഗ് ആ സ്റ്റേഷനിൽ തന്നെ നൽകണം. ആ ഡിസ്ട്രിക്റ്റിൽ 3 വർഷമെങ്കിലും ഏകദേശം കൊടുക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്ന ഒരു വ്യക്തമായ നിർദ്ദേശം, ഇത് തോന്നും പോലെ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, പോലീസിന്റെ ഇൻഡിപെൻഡൻസ്, സ്വാതന്ത്ര്യം നിലനിർത്തുന്നത് ക്രമസമാധാനത്തിന് വളരെ പ്രസക്തമാണ്. അതുകൊണ്ട് പോലീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ബോർഡിന്റെ ശുപാർശയില്ലാതെ ട്രാൻസ്ഫർ ചെയ്യാൻ സാധ്യമേ അല്ല. ഇതൊക്കെയാണ് പറച്ചിൽ, പക്ഷെ ഒരിക്കലും നടക്കാറില്ല എന്നുള്ളത് നമുക്കറിയാം. അപ്പൊ ഈ പോലീസ് ആക്ടും സർവീസ് ചട്ടങ്ങളും ഒക്കെ ഉദ്യോഗസ്ഥർക്ക് നിയമപരമായ സ്വാതന്ത്ര്യവും സംരക്ഷണവും ഒക്കെ നൽകുമെങ്കിലും ഇത് ഒരിക്കലും നടക്കാറില്ല. ഉദാഹരണത്തിന് ഈ 2 SIമാരുടെയും സ്ഥലം മാറ്റം, അവർക്ക് അവിടെ സ്ഥലം മാറ്റം കിട്ടിയിട്ട് ആകെ ഒരു വർഷത്തിൽ താഴെ ആയിട്ടുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പൊ അവരെ 2 വർഷത്തേക്ക് അവർക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടായിട്ട് പോലും ഈ ഒരു രാഷ്ട്രീയ തീരുമാനം അത് പറയുന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇതിനകത്ത് തീർച്ചയായിട്ടും നിയമപരമായ മാനദണ്ഡങ്ങൾ, സുപ്രീം കോടതിയുടെ മാനദണ്ഡങ്ങൾ വ്യക്തമായി ലംഘിക്കപ്പെട്ടു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിനകത്തൊരു പ്രശ്നം, ഇങ്ങനെ നിയമം കൃത്യമായി പാലിച്ച
ഉദ്യോഗസ്ഥരെ ഒരു സ്ഥലത്ത് നിന്ന് പിഴുതെറിയുന്നത് നീതിനിഷ്ഠയുടെ ആ ഒരു അതിന്റെ ബലം ഇല്ലാതാക്കുമെന്നുള്ളതാണ്. ആ പോലീസുകാർക്ക് എന്തിന്റെ പേരിൽ നാളെ CPM-കാർ വന്നൊരു ഗുണ്ടായിസം കാണിച്ച, അല്ലെങ്കിൽ ഇപ്പൊ CPM-കാർ പോട്ടെ, അതിനി ഭരിക്കുന്നത് BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, വന്ന് പറയാണ് ഞാൻ പറയുന്ന പോലെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അവസാനം ഈ രാഷ്ട്രീയക്കാർ പറയുന്നത് പോലെ കേസ് അന്വേഷിക്കേണ്ടി വരും. കേസ് അന്വേഷിച്ചിട്ട് വരുന്നില്ലെങ്കിൽ വരട്ടും. നമ്മൾ തന്നെ ഇപ്പൊ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കേരളത്തിൽ തന്നെ വിദ്യാർത്ഥി നേതാക്കള് അല്ലെങ്കിൽ പോലും കോളേജിലും സ്കൂളിലുമുള്ള വിദ്യാർത്ഥി നേതാക്കളും രാഷ്ട്രീയക്കാരും പച്ചയ്ക്ക് ചെന്നിട്ട് കഴിഞ്ഞ 8-9 വർഷമായിട്ട് നമ്മൾ പലപ്പോഴും കാണും. ഇതിനു മുൻപൊന്നും ഇത്രയും ഒരു അധപ്പതിച്ച ലെവലിലോട്ട് രാഷ്ട്രീയക്കാര് പോലീസുകാരെ വിരട്ടിയ ചരിത്രമില്ല. പക്ഷെ ഇത് വളരെ ഒരു നിയമം നടപ്പിലാക്കിയാൽ, പോലീസിന് നിയമം നടപ്പിലാക്കിയാൽ ശിക്ഷ ലഭിക്കും എന്ന ഒരു വ്യവസ്ഥ ഉണ്ടാകുന്നത് പൊതുജനങ്ങൾക്ക് വലിയ സാധാരണ പൊതുജനങ്ങൾക്ക് വലിയ അപകടകരമാണ് എന്നുള്ളതാണ്. പോലീസിന്റെ ആത്മവിശ്വാസം, മാനസിക സമ്മർദ്ദം, ആന്തരികമായ അവരുടെ ഒരു ഐക്യബോധം, ഇതൊക്കെ ഇല്ലാതാക്കാൻ, അതായത് പോലീസുകാർ ഇപ്പൊ നേരെ SI പറഞ്ഞാൽ പോലും താഴോട്ടുള്ള പോലീസുകാർക്ക്, അല്ലെ മേലുദ്യോഗസ്ഥൻ പറഞ്ഞാൽ പോലും ഈ താഴോട്ടുള്ളവർക്ക് അത് ചെയ്യാൻ തോന്നില്ല. മറ്റൊരു പ്രസക്തമായ കാര്യം, ഈ IPS ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കേരള സർക്കാരിന്റെ കീഴിൽ വരുന്നതല്ല. അവരാണെങ്കിലും ഇത് സർവീസ് കേന്ദ്രം നേരിട്ട് നിയമിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവരെ ഒന്നും ചെയ്യാൻ അത്ര എളുപ്പമല്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം പ്രയോഗങ്ങളൊക്കെ യൂഷ്വലി സംഭവിക്കുന്നത് സാധാരണ പോലീസുകാരുടെ നിന്നാണ്. പക്ഷെ അവരെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് ശരിക്കും പറഞ്ഞാൽ ഈ IPS ഉദ്യോഗസ്ഥരാണ്. നമ്മുടെ സീനിയർ ആയിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ എന്തുകൊണ്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഒരു നടപടി എടുക്കുന്നില്ല? അവർക്കൊരു ഈ വല്ലാണ്ട് അനാവശ്യമായ ഒരു പ്രഷർ വരുമ്പോൾ അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ സാധാരണ പോലീസിന് കൊടുക്കേണ്ടത് ഈ IPS-കാരുടെ മേലുദ്യോഗസ്ഥന്മാരുടെ ജോലിയാണ്. അതവരെ ചെയ്തില്ല എന്നുള്ളത് വളരെ ദുഃഖകരമാണ്. അപ്പൊ അങ്ങനെ ഒരു പൂർണ്ണമായിട്ടും ഒരു ഫ്രസ്ട്രേഷൻ, അല്ലെങ്കിൽ ഒരു നിരാശയുടെ പുറത്താണ് അവരൊരു ഫലകം, അത്ര ഒരു ശക്തമായ വാചകം എഴുതിയ ഒരു ഫലകം അവർക്കൊരു സമ്മാനമായി കൊടുത്ത് പറഞ്ഞു വിട്ടത്. അപ്പൊ ഇതുകൊണ്ട് ഈ സംഭവം വാർത്തയായത് ഈ ട്രാൻസ്ഫറിനല്ല. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ പോലീസിനിടയിൽ ഉണ്ടായ ചെറുത്തുനിൽപ്പിന്റെ പോരാട്ടത്തിൽ കരുത്ത് നൽകിയവർക്ക് സ്നേഹാദരങ്ങൾ എന്നുള്ള വാക്കെഴുതിയ ഫലകം കൊടുത്തതാണ് ഒരുപക്ഷെ മീഡിയയുടെയും പൊതുജനത്തിന്റെയും ശ്രദ്ധ ആകർഷിച്ചത്. ഇത് ഒരു പോലീസിന്റെ ആത്മാർത്ഥതയെ പൊതുജനങ്ങൾ ബഹുമാനിക്കേണ്ടതിന്റെ ഒരു സൂചനയാണ്. അതിലോട്ടാണ് നമ്മൾ അതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാന കാര്യം. കാരണം എന്ന് പറഞ്ഞാല് ഈ പൊതുജനങ്ങളെ സംരക്ഷിക്കേണ്ടത് പോലീസാണ്. ആ പോലീസിന് ഇത്തരത്തിലൊരു പ്രശ്നം വരുമ്പം ആ പോലീസിനെ സംരക്ഷിക്കേണ്ടത് നല്ലവരായ പൊതുജനങ്ങളുടെ ബാധ്യതയാണ്, കടമയാണ്. ഒരുപക്ഷെ പൊതുജന രോഷം ഇതിനെതിരെ ഉണ്ടാകുമെന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രതീക്ഷിക്കാം.